നമസ്കാരം പ്രിയപ്പെട്ടവരെ, മൈൻഡ് ഇറ്റിൻ്റെ രണ്ടാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഇന്നും ഒത്തുചേരുകയാണ് പ്രിയപ്പെട്ട ബിജു തോമസ്. അദ്ദേഹത്തിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ബിജു. നമസ്കാരം പ്രദീപ്. ആദ്യത്തെ എപ്പിസോഡിന് വളരെ നല്ല പ്രതികരണങ്ങളാണ് ലഭിച്ചത്. ധാരാളം പേർ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നന്ദി. കരിയർ കൗൺസിലിങ്ങിനെ പറ്റി വിശദമായി തന്നെ സംസാരിക്കണം എന്ന് വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും മറ്റൊരു ദിവസം അതിനെപ്പറ്റി സംസാരിക്കാം. തീർച്ചയായിട്ടും മറ്റൊരു അവസരത്തിൽ നമുക്ക് അത് കുറച്ചുകൂടെ വിശദമായിട്ട് ഇലാബറേറ്റ് ചെയ്ത് സംസാരിക്കാം. തീർച്ചയായിട്ടും. ഇന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് നമ്മൾ മൈൻഡിൽ അല്ലെങ്കിൽ ഓർക്കേണ്ട ചില കാര്യങ്ങളിൽ എടുത്തിരിക്കുന്നത്. അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം വളരെ കോമണായി പറയുന്ന ഒരു കാര്യം ജെൻ സി, ജെൻ ആൽഫ, ഇങ്ങനെയുള്ള കുറേ ടേംസാണ്. പലരും പറയുന്നത് സോഷ്യൽ മീഡിയയുടെ സംഭാവനയാണ് ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ എന്നാണ്. ഇതിനെപ്പറ്റി ഇന്ന് സംസാരിക്കാമെന്ന് തോന്നുന്നു. എന്താണ് ബിജുവിന് ഇതിനെപ്പറ്റി ആദ്യം തുടക്കം? നല്ല വിഷയം തന്നെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് നമ്മൾ ചില കമൻസ് പറഞ്ഞിരുന്നു. അതിലൊരു കമൻറ്റ് ഞാൻ ഓർക്കുന്നത്, നമ്മൾ കുട്ടികളെ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, നമ്മളവർ പറയുന്ന കേൾക്കണം, അവർക്ക് നമ്മളെക്കാട്ടിൽ മോർ നോളജബിൾ, അത് പറഞ്ഞാണ് നമ്മളത് അവസാനിപ്പിച്ചത്. അത് പലർക്കും സംശയമുണ്ടാവും, ഇതെന്നാ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ അത് അവിടുന്ന് നമുക്ക് തുടങ്ങാം എന്ന് വിചാരിക്കണം. അപ്പോൾ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇതൊരു ഒരു പ്രതിഭാസമാണ്, അത് ഒരു പുതിയ കാര്യമല്ല. ജനറേഷൻ ഗ്യാപ്പ് എനിക്ക് തോന്നുന്നു എല്ലാവരും പറയും. ഇപ്പം എൻ്റെയൊക്കെ വീട്ടിലാണെങ്കിൽ എൻ്റെ അച്ഛൻ 77 വയസ്സോളമായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊന്നും ഇപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ കുട്ടികളോട് സംസാരിക്കുന്ന വലിയ വിമുഖതയുണ്ട്. കാരണം എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല, ഏത് ടോപ്പിക്കാണ് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. കുട്ടികൾക്കും അതേപോലെ തന്നെയാണ് ഉള്ളത്. ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ സാധാരണ ജനറേഷൻ ഗ്യാപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു 15 to 20 years ഒരു ജനറേഷൻ കഴിയും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ്. അപ്പോൾ ഒരു ഹ്യൂമൻ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ ദേ മൈറ്റ് ഗോ ത്രൂ അബൌട്ട് 4 or 5, sometimes 3 or maybe up to 5 ജനറേഷൻ വരെയുള്ള ആൾക്കാരെ ആയിരിക്കും അവർ കാണുന്നത്, നമ്മളെല്ലാവരും. ഇപ്പം നമ്മുടെ ഒരു പ്രായത്തിൽ, ഇപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും പ്രായത്തിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേരൻസ് ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ നമ്മുടെ കുട്ടികളിപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 25 to 30 years ആയി. അപ്പം നമ്മളിപ്പോൾ വി ആർ ആക്ച്വലി എക്സ്പീരിയൻസിങ് 2 generations. ഒരു ഓൾഡ് ജനറേഷൻ, വൺ ന്യൂ ജനറേഷൻ. അത് അതിന് മുമ്പിൽ ഒരു ഗ്രാൻഡ് പാരൻസ് ചിലർക്കുണ്ടാകും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി 3 or 4 generations. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ, അത് പല കണ്ടെക്സ്റ്റിലും അതിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. അപ്പോൾ വേൾഡ് വൈഡിൽ നമ്മൾ ജനറേഷൻ പറ്റി പറയുമ്പോൾ നമ്മൾ പറയും ബേബി ബൂമേഴ്സ് എന്ന് പറയും. അത് തുടക്കത്തിൽ അത് 1947 to 1964 ഈ കാലയളവിൽ പറയുന്ന ജനറേഷൻ ബേബി ബൂമേഴ്സ് എന്ന് പറയും. അത് നോർമലി ആ പേര് വന്നത് തന്നെ പ്രൈമർലി ബിക്കോസ് ആഫ്റ്റർ ദി വേൾഡ് വാർ 2 there was an explosion of ഒരുപാട് പേര് മരണപ്പെട്ടല്ലോ വേൾഡ് വാറിൽ. അത് കഴിഞ്ഞിട്ട് there was an explosion of population. അപ്പോൾ അതിനാണ് അങ്ങനെ ഒരു പേര് അങ്ങനെ വന്നത്, ബേബി ബൂമേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ കണ്ടെക്സ്റ്റിൽ അതിന് പറയുന്ന ഒരു സൈലന്റ് ജനറേഷൻ എന്നും പറയാറുണ്ട്. നമ്മുടെ ഇന്ത്യൻ ജനറേഷൻ, നമ്മുടെ രാജ്യം വളരെ ബുദ്ധിമുട്ടിലും ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. ദാരിദ്ര്യം വളരെ ഏറെയുള്ള ഒരു കാലഘട്ടമാണ്. പിന്നെ അപ്പോൾ പുതിയ ഐഡിയാസും പുതിയ തോട്ട് പ്രോസസ്സൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കാലമാണ്. അപ്പോൾ എക്കണോമിക്കലി ഹൗ ടു സർവൈവ്, ഹൗ ടു ബി ബെറ്റർ എന്നുള്ള ഒരു ചിന്തയാണ് അന്ന് പ്രൈമറിലി എല്ലാവരുടെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് അതിനൊരു സൈലന്റ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു ബേബി ബൂമേഴ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു ജനറേഷൻ. അത് കഴിഞ്ഞിട്ട് വന്ന ജനറേഷനാണ് ജനറേഷൻ എക്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ പേരെങ്ങനെ വന്നതെന്ന് നമുക്കറിയില്ല, പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരാണ്. അപ്പോൾ ആദ്യം തുടക്കം ഇട്ടത് ചിലപ്പോൾ ജനറേഷൻ എക്സ് കഴിഞ്ഞിട്ട് പിന്നെ XYZ, നമ്മൾ XYZ എന്ന് കഴിഞ്ഞു. അപ്പോൾ അത് തുടക്കം ഇട്ട ആരാണെങ്കിലും അത് XYZ കഴിഞ്ഞപ്പോൾ then what was next? അപ്പോൾ പിന്നെ നമ്മൾ പുതിയ പേര്, വേറെ ഒരു പേരിടാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ജനറേഷൻ എക്സ് എന്ന് പറയുന്ന ഐ തിങ്ക് ഇറ്റ് ഈസ് ഫ്രം 1965 to 1980. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ ജനറേഷൻ എക്സ് എന്ന് പറയുന്ന ഒരു ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ആ പീരീഡിലാണ് നമുക്ക് എമർജൻസി ഉണ്ടായിരുന്നത്. ഓർമ്മയുണ്ടാകും പ്രദീപിന്, എമർജൻസി കാലഘട്ടമുണ്ട്. പിന്നെ ആ സമയത്ത് നമുക്ക് ഓർക്കുകയാണെങ്കിൽ നമുക്ക് ലാൻഡ് ലൈൻ ഫോൺ, അപ്പോൾ നമ്മുടെ ഫോൺസിന്റെ കാലഘട്ടം, നമ്മൾ സ്പേസിലേക്കൊക്കെ പരീക്ഷണങ്ങളൊക്കെ ആരംഭിച്ച സമയത്താണ്. അതെ, ഒരുപാട്
പുതിയ പരീക്ഷണങ്ങൾ നടത്തിയ ഒരു കാലഘട്ടമാണ്. ദൂരദർശൻ ഉണ്ടായിരുന്നു, അതെ അതെ പഴയ ചിത്രഹാറും അതെ, മഹാഭാരതവും രാമായണം സീരിയലൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്ന ആ ഒരു കാലഘട്ടം. അപ്പൊ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു കാലഘട്ടമാണ്. അത് നമ്മുടെയൊക്കെ കാലഘട്ടമായിട്ട് പറയാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെലിനിയൽസ് എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം വന്നത്. അത് ജനറേഷൻ വൈ എന്ന് വിളിക്കാവുന്ന ഒരു കാലഘട്ടം. അപ്പൊ ജനറേഷൻ വൈയിൽ വന്നു കഴിഞ്ഞപ്പോ അന്നാണ് നമുക്ക് പ്രൈമർലി ഇപ്പോ പ്രദീപിനെ ഓർക്കുന്നുണ്ടാവും നമ്മുടെ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടം, അതായത് നരസിംഹറാവു മൻമോഹൻ സിംഗിന്റെ കാലം, ലിബറലൈസേഷൻ ഇന്ത്യയിൽ വന്ന ആ ഒരു കാലഘട്ടം 1981 to 1996. അതെ, അതാണ് ആ ഒരു പീരീഡ്. അപ്പോൾ അന്ന് ലിബറലൈസേഷൻ്റെ കാലഘട്ടമായിരുന്നു. അപ്പോൾ ലിബറലൈസേഷൻ്റെ പാർട്ടായിട്ട് നമുക്ക് ഒരുപാട് IT ഒരുപാട് ഡെവലപ്മെന്റ് വന്നു, ഓർക്കുന്നുണ്ടാവുന്ന. അതുപോലെ തന്നെ മൊബൈൽ ഫോണിന്റെ പെനട്രേഷൻ കൂടി. അന്നാണ് നമുക്ക് പിന്നെ മൊബൈൽ റെവല്യൂഷൻ വന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട്. അപ്പോൾ IT ബൂം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഇന്ത്യൻ മെലനിയൽസ് എന്ന് പറയുന്ന കാലഘട്ടം. അതിനുശേഷമാണ് നമ്മുടെ ജെൻ സി ജെൻ ഇസഡ് അല്ലെങ്കിൽ ജെൻ സി എന്ന് പറയുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടം നോക്കുകയാണെങ്കിൽ 1997 to 2012. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജെൻ സി എന്ന് പറയുന്നത്. അത് നമ്മുടെ മക്കളുടെ ഒരു കാലഘട്ടം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എപ്പോഴും പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ ജനറേഷൻ ആയിരുന്നു ബെറ്റർ എന്ന് പറയാറുണ്ട്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. നമ്മുടെ പേരൻസ് പറയുമ്പോൾ ഞങ്ങളുടെ ജനറേഷൻ വാസ് വണ്ടർഫുൾ, നിങ്ങളാണ് ശരിയല്ലാത്ത ജനറേഷൻ. അപ്പൊ എപ്പോഴും നമ്മൾ ഈ ജനറേഷന്റെ ഈ ഒരു ഇഷ്യൂ ഇതൊരു പുതിയ ഇഷ്യൂ അല്ല. വി ഓൾവേസ് ഫീൽ ദാറ്റ് അവർ ജനറേഷൻ വാസ് ബെറ്റർ. അപ്പൊ നമ്മൾ നമ്മുടെ യങ്ങർ ജനറേഷനെ ഒരിക്കലും റെക്കഗ്നൈസ് ചെയ്യാറില്ല. അതുപോലെ നമ്മൾ നമ്മുടെ ഓൾഡ് ജനറേഷനെ റെക്കഗ്നൈസ് ചെയ്യില്ല. നമ്മൾ വി ക്രിട്ടിസൈസ് ദം ആൻഡ് ദേ ക്രിട്ടിസൈസ് അസ്. അപ്പൊ ഈ ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രൈമറിലി ഇപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവറി ജനറേഷൻ അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസം, അവരുടെ പെർസ്പെക്റ്റീവ്സ് വ്യത്യാസമായിരിക്കും, അവരുടെ ഔട്ട്ലുക്ക്, ജീവിതത്തോടുള്ള ഔട്ട്ലുക്ക് വ്യത്യാസമായിരിക്കും. പിന്നെ അവരുടെ തോട്ട് പ്രോസസ് ഓൾസോ വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ആണ്. അത് ജനറേഷൻസായി നമ്മളും പിന്നെ എല്ലാ ജനറേഷനും അത് അക്സെപ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ ഒക്കെ ബാലൻസ് ചെയ്ത് പോയത് കഴിഞ്ഞാൽ നമുക്ക് കോൺഫ്ലിക്ട്സുകളൊക്കെ പരമാവധി ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കൊന്ന് ജെൻസിയാണ് ഇപ്പോഴത്തെ ആദ്യത്തെ ഒരു ടോപ്പിക്കായി എടുക്കേണ്ടത് തോന്നുന്നു. കാരണം അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനാണ്. അതിനെപ്പറ്റി വിശദീകരിക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു വ്യത്യസ്തതകൾ? ജെൻസി എന്ന് പറയുന്ന ഒരു കാലഘട്ടം, നമ്മുടെ മക്കളുടെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മുടെ ഇന്റർനെറ്റ് ബൂം ഉണ്ടായത്, ഒരു റിയൽ ഇന്റർനെറ്റ് ബൂം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്റർനെറ്റ് ബിക്കം വെരി അഫോർഡബിൾ. അപ്പോൾ എല്ലാവരുടെയും പിന്നെ അതുപോലെ തന്നെ ഫോൺ പെനട്രേഷൻ അപ്പോൾ വളരെയേറെയായി. അപ്പോൾ ഓർക്കുന്നുണ്ടാകും. ഇപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടച്ച് ഫോൺസ് ഒക്കെ വരാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് ഈ പിന്നെ ജെൻസി. അപ്പോൾ അവരിത് കണ്ടു വളർന്നിട്ടുള്ളത് they were exposed to internet. അപ്പോൾ they grew up in a digital world എന്ന് പറയാം. പിന്നെ ഡിജിറ്റൽ വേൾഡിൽ എപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ they were exposed to multitasking. അപ്പോൾ നമ്മളൊക്കെ സാധാരണ പറയും നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ യു കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ് ജോബ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ബിക്കോസ് എന്താ വെച്ചാൽ ഡിജിറ്റൽ വേൾഡിൽ യു ക്യാൻ ഡു മൾട്ടിപ്പിൾ തിങ്സ് അറ്റ് ദ സെയിം ടൈം. എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാനും പറ്റുന്ന ഒരു മൾട്ടി ടാസ്കിങ് കൈൻഡ് ഓഫ് ജനറേഷനാണ് അത്. അപ്പോൾ പിന്നെ ദേ ബിക്കം വെരി ഫാസ്റ്റ്. പിന്നെ അതുപോലെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവരൊക്കെ ഓൾവേസ് മീഡിയയിൽ നോക്കി കഴിഞ്ഞാൽ ദേ ആർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. നമുക്കിപ്പോൾ അറിയാം ഈ ഒരു ജനറേഷനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ റീൽസും ഷോർട്സും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ദേ ട്രൈ ടു ക്രിയേറ്റ് കണ്ടന്റ്. അപ്പോൾ ഇതാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പറയാവുന്നത് ജെൻസിയുടെ. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെയൊക്കെ പ്രാക്ടിക്കലും കുറച്ചുകൂടെ റിയലിസ്റ്റിക് വേണം. അപ്പോൾ നമ്മൾ പിന്നെ എപ്പോഴും ഈ ഐഡിയൽസിനെ പറ്റി നമ്മളെപ്പോഴും സംസാരിക്കും. വി ഓൾവേസ് ലുക്ക് ഫോർ ഐഡിയൽ സിറ്റുവേഷൻസ്. ഇവർ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുള്ള വാട്ട് ഈസ് പോസിബിൾ, വാട്ട് ഈസ് നോട്ട് പോസിബിൾ, കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ് ഈ കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പലപ്പോഴും അവരുമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്. അതെ, കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് തിങ് ഞാൻ ഒബ്സർവ് ചെയ്തേക്കേണ്ടതെന്ന് വെച്ചാൽ ദേ ഓൾവേസ് ട്രൈ ടു ബിക്കം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കുട്ടികളാണെങ്കിൽ തന്നെയും അവർക്കൊരു ജോലിയുണ്ട്, പക്ഷേ ഐ വാസ് പ്രഷറൈസിങ് ദം ടു ഗെറ്റ് മാരീഡ്. അപ്പോൾ 28 വയസ്സായ എൻ്റെ മൂത്ത മകന് ഞാൻ കല്യാണം കഴിക്കുന്ന കാര്യം പറയുമ്പോൾ സോ ഈ സെയിങ് പപ്പ ഐ എം നോട്ട്
ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്, ഐ വാണ്ട് ടു ബിക്കം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ കാഴ്ചപ്പാട്. അതേസമയം നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വി യൂസ് ടു ഗെറ്റ് മാരീഡ് ഇൻ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് 28 and 28, 27, 28 ഒക്കെ ആകുമ്പോൾ നമ്മുടെ കാലഘട്ടത്തിലെ ആൾക്കാർ കല്യാണം കഴിച്ചു പോകായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ കാഴ്ചപ്പാട് തന്നെ വ്യത്യാസമുണ്ട്. ദാറ്റ്സ് ട്രൂ ഫോർ ബോയ്സ് ആസ് വെൽ ആസ് ഫോർ ഗേൾസ്. അപ്പോൾ രണ്ട് കുട്ടികൾക്കും they wanted to work, they wanted to be financially independent. പിന്നെ അതുപോലെ തന്നെ they also value friendship. അപ്പോൾ അത് നമ്മളെപ്പോഴും പലപ്പോഴും ഈ ജനറേഷൻ്റെ ഈ ഫ്രണ്ട്ഷിപ്പിനെ നമ്മളെപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവര് ആൺ പെൺ വ്യത്യാസമില്ലാതെ വളരെ സൗഹൃദം പുലർത്തുന്ന ഒരു രീതിയാണ്. ഒരു ഇഷ്യൂ അവർക്കില്ല. അവർക്ക് ഓർമ്മയുണ്ട് പണ്ടൊക്കെ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ ശിക്ഷിക്കുന്നത് ആൺകുട്ടികളാണ് പെൺകുട്ടികളെ നടക്കുകയായിരുന്നു. അതൊരു ശിക്ഷയായിരുന്നു. ഇന്നത്തെ കുട്ടിയോട് പറഞ്ഞാൽ അവർ ചിരിച്ച് തള്ളുക ചെയ്യുക അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇതുമാതിരിയുള്ള ഒരുപാട് ഈ ജനറേഷന്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതപ്പോ എപ്പോഴും നമ്മൾ സാധാരണ രീതിയിൽ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മളൊക്കെ നമ്മുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മളൊരു മറ്റൊരു കണ്ണിൽ കൂടെ ആയിരിക്കും ഇത് പലപ്പോഴും ശ്രദ്ധിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ജനറേഷന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവർ കുറച്ചുകൂടെ ഒക്കെ മെന്റൽ ഹെൽത്ത് അവയർനെസ് ആയിട്ടുള്ള കുട്ടികളാണെന്ന് തോന്നി. ബിക്കോസ് അവർ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദേ വാണ്ട് ടു ലുക്ക് ബെറ്റർ, ദേ വാണ്ട് ടു ലുക്ക് നൈസ്. അവര് എക്സസൈസ് ചെയ്യാനും അതുപോലെ ഫുഡാണേലും ഫുഡ് റെസ്ട്രിക്ഷൻസും ഉണ്ടാകാനും ദേ മോർ ഹെൽത്ത് കോൺഷ്യസ്. ഞാൻ പലപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ദേ ആർ ഇൻഡിപെൻഡന്റ് തിങ്കേഴ്സ് ഓൾസോ. അവര് സ്വന്തമായിട്ട് ആലോചനയും സ്വന്തമായിട്ട് അഭിപ്രായമുള്ള ആൾക്കാർ. നമ്മൾ പറയുന്ന അത് അവരുടെ കാഴ്ചപ്പാടാണ്, അത് അവരുടെ ശരിയുമാണ്. ചിലപ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും, നമുക്കത് വളരെ തെറ്റായിട്ടൊക്കെ തോന്നാറുണ്ട്. എന്നാലും അവർ ദേ ഹാവ് ദെയർ ഓൺ വ്യൂ പോയിന്റ്. എല്ലാ കാര്യത്തിലും അവരുടേതായ വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇപ്പം ജെൻസി ഇപ്പോൾ അതിന് മുമ്പുള്ള തലമുറ അല്ലെങ്കിൽ മില്ലേനിയം, ഇപ്പോൾ നമ്മളെ തലമുറ അല്ലെങ്കിൽ അതിന് മുമ്പിലത്തെ തലമുറ, അവർ എങ്ങനെയായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇവരുടെ അടുത്ത്? കാരണം പലപ്പോഴും ഈ ഒരു പ്രശ്നമാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത്. പാരൻസിൻ്റെ ആയാലും ഞാൻ എങ്ങനെയാണ് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വലിയ ദൂരം ഈ പാരൻസും അതുപോലെ ചിൽഡ്രനും തമ്മിൽ ഉണ്ടാകുന്നു. ഒരു ഭാഗത്ത് കുട്ടികളാണെങ്കിൽ എങ്ങനെയാണ് ഈ അച്ഛനും അമ്മേനെ ഒന്ന് മാനസികമായി സന്തോഷിപ്പിക്കേണ്ടതെന്ന് അറിയാതെ അവരും ബുദ്ധിമുട്ടും. ഇങ്ങനെ വലിയൊരു പ്രശ്നമുണ്ടല്ലോ. ഇതെങ്ങനെ നമുക്കൊന്ന് പരിഹരിക്കാൻ പറ്റും? അതെ, ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. അപ്പൊ ഇതിനകത്ത് പ്രൈമറിലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചാനൽസ്, അതായത് കുട്ടികളോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള മറ്റു പല പേരൻസിനും വലിയ ധാരണയൊന്നുമില്ല. നമ്മളെപ്പോഴും ഒരു അതോറിറ്റേറ്റീവ് മൈൻഡിലാണ് കുട്ടികളോട് സംസാരിക്കാറുള്ളത്. അതായത് ഞാനാണ് വലിയവൻ, നിങ്ങൾ കുട്ടികൾ ഞാൻ പറയുന്നത് അനുസരിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് പല പേരൻസും കുട്ടികളോട് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ആ ഒരു അതോറിറ്റേറ്റീവ് ആൾക്കാരാണ് പലപ്പോഴും. അതെ, ഈ അതോറിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ബിക്കോസ് അവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടും അവരുടേതായ വ്യൂ പോയിന്റ്സും ഒക്കെ ഉണ്ട്, അവരുടേതായ ശരികളുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നതെല്ലാം കറക്റ്റ് ആകണം എന്നില്ല. പക്ഷെ നമ്മളെ വിചാരം നമ്മളാണ് എപ്പോഴും ശരി എന്നാണ്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷനിൽ തന്നെ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ പറയുന്ന മാതിരി ഈ അടിച്ചിരുത്തി അവരെ സംസാരിക്കുക, അല്ലെങ്കിൽ ആജ്ഞാപിക്കുക, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുക, ഇതുമാതിരിയുള്ള പാരന്റിങ് അത്ര നല്ല കാര്യമല്ല. നമുക്ക് പാരന്റിങ്ങിനെ പറ്റി ഇനിയും വരുന്ന ഒരു എപ്പിസോഡിൽ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാവുന്ന വിഷയമാണ്. ഇന്നിപ്പോ ജെൻസിനെ പറ്റിയാണ് പറഞ്ഞു നിർത്തുന്നത്. ജെൻസി പറഞ്ഞതിന് ജെൻ ആൽഫയുണ്ട്, ജെൻ ബീറ്റയുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്തൊരു എപ്പിസോഡിലേക്ക് മാറ്റിയേക്കുന്നതായിരിക്കും നല്ലത്. ഇത് ആക്ച്വലി ഇതൊരു വലിയ ടോപ്പിക്കാണ്. ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇത് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. എന്നിരുന്നാലും നമുക്ക് അതെനിക്ക് തോന്നുന്നു അടുത്ത ഒരു എപ്പിസോഡിലായിട്ട് നമ്മൾ അടുത്ത ആഴ്ച ജെൻ ആൽഫ, ജെൻ ബീറ്റ, ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 ജനറേഷനാണ്, അവരെ പറ്റി പറയാം. അപ്പോൾ അതുവരേക്കും ഇന്ന് നമ്മൾ വിടുവാങ്ങിയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം അല്ലേ? ആയിക്കോട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു.